എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് എല്ലാരും രാത്രിയിൽ ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് അങ്ങനെ അതിഗംഭീരമായിട്ട് മാലകെട്ട് ചടങ്ങ് അങ്ങനെ നടക്കുവാണ്. അങ്ങനെ മാലകെട്ടി പാട്ടും ഒക്കെ പാടി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാരും ഭയങ്കര ക്ഷീണിച്ചു. കാരണം രാത്രി സമയം ആയിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, താഴത്തെ സോമൻ ചേട്ടന്റെ കടയിൽ ചിലപ്പോൾ ഐസ്ക്രീം കാണുമായിരിക്കും, എല്ലാവർക്കും പോയി ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വട്ടേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു, പിന്നെ പാതിരാത്രിക്ക് ഐസ്ക്രീം വല്ല ജലദോഷം പിടിക്കുമെന്ന് പറയാം, അപ്പൊ അമ്മയ്ക്ക് വേണ്ടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു, അല്ല പിന്നെ എല്ലാരും കഴിക്കുവാണെങ്കിൽ. പിന്നീട് വർഷയോട് പറഞ്ഞു, വർഷം നമുക്ക് പോയി വാങ്ങിച്ചോണ്ട് വരാന്ന് പറയണം. ആ സമയത്ത് സുധി അവിടെ ഇരിക്കുന്നുണ്ട്, നീയും കൂടെ വരാൻ പറയണം. ഞാൻ എന്തിനാ വരുന്നേ? അതെ, ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ഇത്രയും പേർക്ക് വാങ്ങിച്ചോണ്ട് വരണ്ടേ, നീയും കൂടെ വരാൻ പറയണം. അവസാനം സുധി വേറെ ഗത്യന്തരില്ലാതെ അവരോടൊപ്പം പോവാണ്. അങ്ങനെ ശ്രീകാന്തും വർഷ സുധിയും കൂടെ പോയിട്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചോണ്ട് വരുവാണ്. അങ്ങനെ എല്ലാവർക്കും ഐസ്ക്രീം കൊടുത്തു. ചന്ദ്രമതിയും വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി. ആ സമയം രേവതിക്ക് കൊടുത്തപ്പോ രേവതി പറഞ്ഞു, അതെ എനിക്കിപ്പോ കഴിക്കാൻ സമയമില്ല, ഐസ്ക്രീം കഴിച്ചു കഴിയുമ്പോൾ കുറച്ച് സമയം പോവുമല്ലോ, അതുകൊണ്ട് നിങ്ങളെ കഴിച്ചോളാൻ പറയണേ, കാരണം അത്ര സമയം കൂടെ പോവും, പെട്ടെന്ന് എനിക്ക് മാല കിട്ടി തീർക്കാലോ, അതുകൊണ്ടാ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു, അതെന്ത് പരിപാടി എടുത്തി, ഞങ്ങൾ എല്ലാരും കഴിക്കുമല്ലേ, അത് കുഴപ്പമില്ല, കഴിച്ചോളാൻ പറയാണ്. ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, എടാ സച്ചി, നീ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുവല്ലേ, അതെ നിന്റെ ഒരു കൈ ഫ്രീ അല്ലേ നിൽക്കുക, അതെ നീ ഒരു കാര്യം ചെയ്യാം, ആ ഐസ്ക്രീം വാങ്ങി അവൾക്ക് കൊടുക്കാൻ പറയാണ്. ഞാനോ പിന്നെ വേറെ ആരാ? അവസാനം സച്ചി വന്ന് ഐസ്ക്രീം വാങ്ങി പിന്നീട് രേവതിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കണം. കാരണം രേവതി രണ്ട് കൈ കൊണ്ട് മാല കെട്ടിക്കൊണ്ടിരിക്കുവല്ലോ. ഈ കാഴ്ച കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ സമയം ശ്രുതിയുടെ നേരെ നോക്കി, എന്നിട്ട് പറഞ്ഞു, അതെ ഈ ഐസ്ക്രീം ഇത്ര മധുരം പോരല്ലേന്ന് ചോദിക്കാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, നീ ആ കഴിച്ച ഐസ്ക്രീമിന് മധുരം ഉണ്ടോന്ന് ചോദിക്കാം. ഇതിന് നല്ല മധുരമുണ്ട്, ശ്രുതി കഴിച്ചതിന് മധുരമുണ്ട്, എന്റെ അടുത്ത് അടോ അഭ്യാസമൊന്നും വേണ്ട, മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കാൻ പറയണം. പിന്നീട് ഐസ്ക്രീം ഒക്കെ കഴിച്ചതിന് ശേഷം ഭാമ ചന്ദ്രമതിയും കുട്ടികളും മുറിയിലേക്ക് വരുവാണ്. ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, ഓഹ് എന്റെ ദൈവമേ എന്ത് ചെയ്യാനാന്ന് പറ, ഇവിടുത്തെ ഓരോ പാട്ടും കൂത്തും മേളമൊക്കെ എനിക്കങ്ങോട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, മര്യാദയ്ക്ക് കിടന്ന് മനുഷ്യനൊന്നും ഉറങ്ങാൻ പറ്റുമോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഭാമ പറഞ്ഞു, നീ എന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയണേ, നിനക്കെന്താ ഒട്ടും ബോധമില്ലെന്ന് ചോദിക്കുക. എന്താ എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര സന്തോഷിച്ചിട്ടില്ല എന്ന് പറയണേ. ഈ അടുത്ത കാലത്ത് ഒന്ന് ഓർത്തു നോക്കിയേ, ശരിക്കും പറഞ്ഞാല് സച്ചി രേവതിക്ക് ഐസ്ക്രീം കൊടുക്കുന്നുണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്നെ അതുപോലെ നോക്കിയാനെ, എന്റെ പൊന്നുപോലെ എന്റെ ഭർത്താവ് നോക്കിയോണ്ടനെ. പക്ഷെ മരിച്ചു പോയില്ലേ, മരിച്ചു പോയതിനു ശേഷം എന്റെ മോനും മരുമോളും എനിക്ക് പുല്ല് വിലയല്ലേ തന്നെ. മരുമോള് മോനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയില്ലേ, അതിനുശേഷം ഞാൻ അനുഭവിക്കുന്ന വേദന എന്താന്ന് എനിക്കറിയുള്ളൂ. ശരിക്കും പറഞ്ഞാല് നീ ഭാഗ്യം ചെയ്തോളാ ചന്ദ്രൻ, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനത്തെ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ചോദിക്കാം. ചന്ദ്ര പറഞ്ഞു, കുറച്ച് ഭാഗ്യം ഒന്ന് മിണ്ടായിരുന്നാ മതി എന്ന് പറയാം. നിന്റെ മക്കൾ ഇത്ര സന്തോഷത്തോടെ അല്ല കഴിയണേ, സച്ചിൻ രേവൻ തമ്മിൽ എത്ര സ്നേഹത്തിലാന്ന് നോക്കിയോ. പിന്നെ അവരുടെ സ്നേഹത്തെ കുറിച്ചൊന്നും പറയാതിരിക്കാൻ നല്ലതാ. ഇന്ന് സ്നേഹമാണെങ്കിൽ നാളെ അവർ തമ്മിൽ അടിയായിരിക്കും എന്ന് പറയാം. അതെ, സ്നേഹമുള്ളിടത്ത് അടിയുണ്ടാവുള്ളൂ. എത്രയെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നത് അവർ തമ്മിൽ അത്ര ഇഷ്ടത്തിലാന്ന, അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും അങ്ങനെ കഴിയാനൊന്നും സാധിക്കില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിനക്കല്ലേലും ഇവിടെ വന്നതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചു, രേവതിനെ സച്ചിനെയൊക്കെ പുകഴ്ത്തി പറയുന്നതിൽ 100 നാവാണല്ലോ എന്ന് പറയണ. ഉള്ളത് ഞാൻ പറയണ, നീ ദേഷ്യപ്പെട്ട് കാര്യമില്ലാന്ന് പറയണം. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആ സമയം ഭാമ പറഞ്ഞു, കണ്ണുള്ളപ്പോ കാടിന്റെ കാഴ്ച അറിയത്തില്ലെന്ന് പറഞ്ഞാലേ ഇവർക്ക് അവളുടെ വില അറിയത്തില്ല, അതുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര പറഞ്ഞാലും ഇവള് നന്നാവാൻ പോകുന്നു തോന്നില്ല എന്നൊക്കെ പറയണം. അങ്ങനെ രാത്രി ആ പാതിരാത്രി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പതുക്കെ കിടന്നൊന്ന് മയങ്ങി. സച്ചി മയങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ബാക്കി എല്ലാരും കിടന്ന് മയങ്ങുന്നുണ്ട്. രേവതി മാത്രം ഒന്ന് പൂമാല കെട്ടിക്കൊണ്ടിരിക്കുക. ഈ കാഴ്ച കണ്ടപ്പോ സച്ചി ചോദിച്ചു, അല്ല ബാക്കി എല്ലാരും കിടന്ന് ഉറങ്ങിയോന്ന് ചോദിക്കും. ഞാനാ പറഞ്ഞ അവരോട് കുറച്ച് സമയം കിടന്ന് ഉറങ്ങിക്കൊള്ളാനായിട്ട്. അല്ല മാല കെട്ടി തീർന്നോ? കുറച്ചുകൂടെ ഉണ്ട്, അത് ഞാൻ കെട്ടിക്കോളാന്ന് പറയണം. എത്ര സമയം എന്ന് വെച്ചാൽ അവര് ഉറക്കളിച്ചിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, നീ കുറച്ചേരം കിടന്ന് മയങ്ങ്, എന്നിട്ട് കെട്ടിയാൽ മതി. അത് കുഴപ്പമില്ല, ഇത് കെട്ടി കഴിഞ്ഞതിന് ശേഷം കിടന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല എന്ന് പറയണം. സച്ചിക്ക് സങ്കടമായി, പാവം നന്നായിട്ട് ഇന്ന് കഷ്ടപ്പെടുന്നുണ്ട്. സച്ചി നേരെ അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിൽ ചെന്ന് ചായ വെക്കുവാണ്. അങ്ങനെ ചായയൊക്കെ വെച്ച് നേരെ രേവതിക്ക് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കുടിക്കാൻ പറയാണ്. രേവതി സച്ചേട്ടന് വെറുതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതെന്ത് ബുദ്ധിമുട്ടോ, ഒരു ചായ വെച്ചെന്ന് ബുദ്ധിമുട്ടാണെന്ന് ചോദിക്കും. അങ്ങനെ രേവതി കുടിച്ചോണ്ടെന്ന് കഴിഞ്ഞപ്പോ ചോദിച്ചു, ചായ ഇങ്ങനെ കൊള്ളാമെന്ന് ചോദിക്കാം. കൊള്ളാം, മധുരമൊക്കെ ഉണ്ടാക്കും, മധുരമൊക്കെ കൃത്യമാണോന്ന് ചോദിക്കും. കുഴപ്പമില്ല, മധുരമൊക്കെ ഉണ്ടെന്ന് പറയണേ. പെട്ടെന്നാണ് സച്ചി ആ കാര്യം ഓർക്കുന്നത്. അല്ല ചായക്ക് മധുരം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഇത് കേട്ടപ്പോ സച്ചി ഒരു നിമിഷം ആലോചിച്ചു, അയ്യോ ഒരു കാര്യം ഞാൻ മറന്നുപോയി, ഞാൻ ചായക്ക് മധുരം ഇട്ടില്ലെന്ന് എനിക്ക് തോന്നണേന്ന് പറയണം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ചായക്ക് മധുരം ഇല്ലെങ്കിൽ എന്താ, സച്ചേട്ടന്റെ സ്നേഹത്തോട് കൂടി തന്നല്ലേ, സ്നേഹം ഉണ്ടല്ലോ, എനിക്കത് മതി, അതുകൊണ്ട് നല്ല മധുരം ഉണ്ടെന്ന് പറയാം. ഓഹോ, അപ്പൊ നീ കമന്റ് അടിച്ചല്ലേ നിൽക്കും. അല്ല, ഉള്ള കാര്യം പറഞ്ഞാ ഈ സ്നേഹം മാത്രം മതി, ഇനി ചായക്ക് മധുരം ഇല്ലെങ്കിലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് പറയണം. പിന്നീട് അവരോട് സംസാരിച്ചിരിക്കുക. അതിനുശേഷം നേരം വെളുത്തു കഴിഞ്ഞപ്പോ സച്ചി എന്ത് ചെയ്യണം, വണ്ടിയൊക്കെ വിളിച്ച് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ബോക്സിനകത്താക്കി മാലയൊക്കെ
വണ്ടിക്കകത്തേക്ക് കയറ്റി വിടാം. ഈ സമയത്ത് വണ്ടിയുടെ ഡ്രൈവറോടൊന്ന് ഭയങ്കര ഫോൺ ചെയ്താ കാമുകിനെ വിളിച്ചോണ്ടിരിക്കണേ. അതെ, ഞാൻ വരാൻ ഡാർലിംഗ്, ഞാൻ പറഞ്ഞില്ലേ ബീച്ചിലേക്കല്ലേ, ഈ ഒരു ഓർഡർ ഉണ്ട്, ഇത് കൊണ്ട് കൊടുത്ത് ഉടനെ വരും, കൃത്യസമയത്ത് തന്നെ വരും എന്നൊക്കെ പറയണം. ആ സമയത്ത് സച്ചി പറഞ്ഞു, എടാ പറഞ്ഞ സ്ഥലമൊക്കെ നിനക്ക് അറിയാലോ, നിന്റെ ഫോൺ ചെയ്ത് നീ അത് ആദ്യം ഒന്ന് നിർത്താൻ പറയണം. സച്ചിയേട്ടാ ഒരു മിനിറ്റ് എന്ന് പറയണം. പിന്നീട് സച്ചി ഒന്ന് മാല കെട്ടിക്കൊണ്ടിരുന്നപ്പോ രേവതി എന്തിനാ അയാളുടെ ഭാര്യനെ വിളിക്കുന്നതിന് സച്ചേട്ടൻ എന്താ കുഴപ്പം? ഭാര്യ അവനാ, നല്ല കഥയായി, കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലെന്ന് പറയാം. എന്നാ പിന്നെ കാമുകിനെ ആയിരിക്കും വിളിക്കുന്നത്. കാമുകിനെ ഞാനൊന്നും പറയണില്ല എന്ന് പറയണം. പിന്നീട് മാലയെല്ലാം കയറ്റി കഴിഞ്ഞതിന് ശേഷം സച്ചി ആലോചിച്ചു. പിന്നീട് പെട്ടെന്ന് എന്നിട്ട് അതിനകത്ത് 2 മാല എടുത്തു. ഇതെന്താ സച്ചേട്ടാ? ഒരു ഫോട്ടോ എടുക്കാൻ പറയണം. ഫോട്ടോ എന്തിനാ? നീ എടുക്ക് എന്ന് പറയണേ. 2 മാലയും കൈ പിടിച്ച് ആ മാലയെല്ലാം കയറ്റിക്കുന്ന വണ്ടിയുടെ മുന്നേ നിന്ന് 2 ഫോട്ടോ എടുക്കാൻ പറയണം. രേവതി ഇത് കൊള്ളാം, മാല കെട്ടിയത് മുഴുവൻ ഞാന്, ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു ഓർഡർ പിടിച്ചാൽ ഞാനല്ലേ, അപ്പൊ പിന്നെ എനിക്ക് ഫോട്ടോ എടുക്കുന്നതിന് കുഴപ്പമില്ലെന്ന് പറയാം. അങ്ങനെ രേവതി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നീട് സച്ചിയുടെ കൊടുത്തു. സച്ചി വണ്ടിയെല്ലാം അടച്ച് ക്ലിയർ ചെയ്തിട്ട് അങ്ങ് ചെല്ലുമ്പോ അപ്പോഴും അവൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുക ഡ്രൈവർ. എടാ നിർത്താറായില്ലേന്ന് ചോദിക്കാം. സച്ചിയേട്ടാ ഇപ്പൊ നിർത്തും. എടാ നീ ആ ഫോൺ വെച്ചിട്ട് വണ്ടി ഓടിച്ചോണ്ട് പോ, എങ്ങാനും ഇടയ്ക്ക് പോലീസ് പിടിക്കാൻ പറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ അറിയാലോ, ഇത് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിക്കണം, കല്യാണം നടക്കാനുള്ള നിന്റെ ഊടായ്പാടെ നീ ഫോൺ വിളിച്ചിട്ട് പോയിട്ട് എന്തായാലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, നിന്നെ വെറുതെ വെച്ചേക്കില്ല, ആ നേതാവ് എങ്ങാനും മാല എത്തിയില്ലെങ്കിൽ എന്നെയും കൊല്ലും നിന്നെയും കൊല്ലും എന്ന് പറയണം. ഇത് കേട്ട രേവതി എന്താ സച്ചേട്ടാ ഇങ്ങനെയൊക്കെ പറയണ നിൽക്കും, ഞാനുള്ള കാര്യമല്ലേ രേവതി പറഞ്ഞേ. എടാ നേരെ നോക്കി വണ്ടി വിടണമെന്ന് പറയാം. അപ്പോഴും അവൻ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വണ്ടിക്കകത്തേക്ക് കയറുന്ന സമയത്ത് അവൻ പറഞ്ഞതേ ഞാൻ വണ്ടിക്കകത്തേക്ക് കയറിയെന്ന് പറയണം. വണ്ടിക്കകത്തേക്ക് കയറി ഇരുന്നു. ഇതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമെന്ന് പറയണം. എടാ നീ എന്താ റണ്ണിങ് കമന്റ് കൊടുത്തോണ്ടിരിക്കണം, ആ ഫോൺ വെച്ചിട്ട് വണ്ടി ഓടിക്കണം എന്ന് പറയാം. പക്ഷെ അതൊന്നും അവൻ കേട്ടില്ല. അവനെ ഓടി ചെവി ഫോൺ വെച്ചിട്ട് ശരി സച്ചേട്ടാ എല്ലാം ഓക്കെയാ, ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോവാണ്. എടാ കൃത്യസമയത്തിന് എത്തിക്കണം എന്ന് പറയാം, എത്തിച്ചോളാന്ന് പറയാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ സച്ചു പറഞ്ഞു എന്താവോ എന്തോ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, ഇവന് ഫോണും വിളിച്ചോണ്ടാ പോകുന്നേ, എത്രയും പെടുന്ന അവിടെ നിന്ന് എത്തിച്ചാൽ മതിയായിരുന്നു പറയാം. രേവതി പറഞ്ഞു അതൊന്നും ഓർത്ത് സച്ചേട്ടൻ വിഷമിക്കണ്ട, കൃത്യസമയത്ത് തന്നെ അവൻ ഇവിടെ എത്തിച്ചോളും, ഫോൺ വിളിച്ചാലും അവന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ചോളൂ എന്ന് പറയണം. പിന്നീട് സച്ചിൻ രേവതിയും കൂടെ വീട്ടിലേക്ക് കയറി പോരുവാണ്. ഈ സമയത്ത് അവിടെ പമ്മി നിൽക്കുന്നുണ്ടായിരുന്നു ആന്റണിയുടെ ഗുണ്ടകള്. അവന്മാര് കണ്ടു വണ്ടി എടുത്തോണ്ട് പോകുന്നതും കാര്യങ്ങളൊക്കെ. അവന്മാർ ആ വണ്ടിയെ ഫോളോ ചെയ്യുവാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ വണ്ടി അടിച്ചു മാറ്റണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് പോകുന്നത്. പിന്നീട് അവന്മാര് മറ്റുള്ള 2 ഗുണ്ടകൾക്ക് ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, വഴി സ്ഥലം എല്ലാം പറഞ്ഞു കൊടുക്കണം, ആ വഴിക്കാ വരുന്നതെന്നൊക്കെ. അങ്ങനെ എന്ത് ചെയ്യണം, വേറെ 2 അവന്മാരോടെ കാത്തു നിൽക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി എല്ലോടെ വരുന്നുണ്ട്. ഈ സമയം ആന്റണിയുടെ 2 ഗുണ്ടകൾ പുറകെ വരുന്നുണ്ടായിരുന്നു. അവന്മാര് വിളിച്ചിട്ട് പറഞ്ഞു എടാ ആ മുമ്പിൽ വരുന്ന വണ്ടി കണ്ടില്ലേ, ആ തലുണ്ട സാധനം എന്ന് പറയണം. ആ ശരി ഏറ്റെന്ന് പറയണം. പിന്നീട് എന്ത് ചെയ്യുക, 2 അവന്മാർ എല്ലോടെ വന്നിട്ട് ആ വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് കൊണ്ടിച്ച് നിർത്തിയിട്ട് പറഞ്ഞു ചേട്ടാ ടയർ പഞ്ചറായെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി ഒരു സൈഡിലേക്ക് ഡ്രൈവർ ഒതുക്കി. അപ്പൊ ഡ്രൈവർ അത്രയോ സമയം കാമുകിയായിട്ട് സംസാരിച്ചുകൊണ്ട് വരുമായിരുന്നു. ഭയങ്കര സംസാരമായിരുന്നു. എടേ നിന്നെ വേണം ഇന്ന് ഞാൻ വിളിച്ചിറക്കേണ്ടി വരും, നിന്റെ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വിളിച്ചിറക്കേണ്ടി വരും. ഇപ്പോഴാണ് മാലയൊക്കെ വണ്ടിക്കകത്തുണ്ട്, മാല അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, ഒരു മാല ഇട്ട് നിന്നെ ഞാൻ അങ്ങോട്ട് സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കത്തിയൊക്കെ വെച്ചോണ്ട് വരുന്ന സമയത്താണ് ടയർ പഞ്ചറായത് കേൾക്കണേ. പെട്ടെന്ന് തന്നെ പറഞ്ഞു എടി ടയർ പഞ്ചറായെന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ നോക്കിക്കഴിഞ്ഞു വിഷു ടയർ പഞ്ചറായെന്ന് തോന്നുന്നല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവളോട് സംസാരിച്ചോണ്ടിരിക്കുക. ഇനിയിപ്പോ കൃത്യസമയത്ത് തന്നെ മാല കൊണ്ട് എത്തിക്കണം എന്നൊക്കെ പറയാണ്. ഡ്രൈവർ ഇറങ്ങിയ വഴി എന്ത് ചെയ്യണം, ആന്റണിയുടെ ഗുണ്ടകൾ ഒരുത്തന്നെ ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി വണ്ടിക്കകത്തേക്ക് കയറി. കാരണം കീയൊക്കെ അത്ര തന്നെ ഉണ്ടായിരുന്നല്ലോ. വണ്ടി എടുത്തോണ്ട് അവ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകണം. ഈ സമയത്ത് ഡ്രൈവർ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും വണ്ടിയും കൊണ്ട് പോകുന്നുണ്ട്. എടി നീ ഫോൺ വെച്ചേ, വണ്ടിയായിട്ട് ആരോ കടന്നു കളഞ്ഞെന്ന് പറയണം. ഓടി വന്നപ്പോഴത്തേനും വണ്ടിയുടെ വഴിക്ക് പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഡ്രൈവർക്ക്. ഡ്രൈവർ ആകെപ്പാടെ പുലിവാല് പിടിച്ച മട്ടിലായിപ്പോയി. പിന്നീട് പെട്ടെന്ന് തന്നെ സച്ചിനെ വിളിക്കുകയാണ്. സച്ചിനെ വിളിച്ചിട്ട് സച്ചി ഫോൺ എടുത്തില്ല. സച്ചി കുളിക്കാൻ കയറിയേക്കുമായിരുന്നു. സച്ചി ഫോൺ എടുത്തില്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥയായാലും നിൽക്കുകയാണ്. ഈ സമയത്ത് സമൂഹ വിവാഹം നടത്താനുള്ള മണ്ഡപത്തിന്റെ അവിടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേതാവ് വന്ന് അതിന്റെ ഒരാളോട് ചോദിച്ചു അതെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച ഒരാളുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് ചോദിക്കുക. എല്ലാം ഓക്കെയാ, പെണ്ണും ചെറുക്കനും എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറയണം. ബാക്കി കാര്യങ്ങളോ അതെല്ലാം ഓക്കെയാന്ന് പറയണം. എന്നാ പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പം അറിയാലോ നമ്മുടെ മെയിനായിട്ടുള്ള ആള് വരും, മന്ത്രിയാണ് വന്ന് കാര്യങ്ങൾ ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് ഒന്നിനും ഒരു കുറവ് വരുത്തില്ലെന്ന് പറയാം. അടുത്ത തവണ എനിക്ക് ഒരു സീറ്റ് കിട്ടേണ്ടതാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു സാറൊന്നും വീണ്ടും പേടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഓക്കെയാന്ന് പറയണം. പിന്നീടാണ് ഓർത്ത് അയ്യോ ഒരു കാര്യം പറയാൻ മറന്നു പറയും. എന്താ ഇതിനായിട്ടും ചെറുക്കനും പെണ്ണിനോളം മാല വന്നിട്ടില്ലെന്ന് പറയണേ. മാല വന്നിട്ടില്ലേ, ആ അനൂപ് എന്തിയാ, അവൻ ഇങ്ങോട്ട് വിളിക്കാൻ പറയണം. പിന്നീട് അനൂപിനെ വിളിച്ചോണ്ട് അയാളങ്ങ് വരുവാണ്. എടാ കൃത്യസമയത്ത് മാല എത്തിക്കാന്ന് പറഞ്ഞിട്ട് മാല എന്തിയെന്ന് ചോദിക്കാം. അയ്യോ അത് പിന്നെ അവൻ രാവിലെ എല്ലാം കയറ്റി അയച്ചെന്നാണല്ലോ പറഞ്ഞേ, വിളിക്കടാന്ന് പറയണം.
പെട്ടെന്ന് തന്നെ അനൂപ് എന്ത് ചെയ്യാണ് സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുക. ഈ സമയം സച്ചി കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സച്ചി കുളിച്ച് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, അപ്പൊ മാലയ്ക്ക് അവിടെ എത്തിക്കാണോ അല്ലേന്ന് ചോദിക്കാം. എത്തിക്കാണുമായിരിക്കും എന്ന് പറയണേ. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിഞ്ഞിപ്പോ അനൂപ വിളിക്കുന്നത്. എന്താ വിളിച്ചെന്ന് ചോദിക്കാം. എടാ മാലയുടെ കാര്യം, മാലയൊക്കെ ഞാൻ രാവിലെ തന്നെ എല്ലാം കയറ്റി അയച്ചിട്ടുണ്ട്. കൃത്യ ലൊക്കേഷനൊക്കെ അവന്റെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. എന്ത് പറ്റി ഇതുവരെയായിട്ട് ഇവിടെ എത്തിയിട്ടില്ലെന്ന് പറയാം. എന്നാൽ ചിലപ്പോ എന്തെങ്കിലും ബ്ലോക്കിൽ പെട്ട് കാണുമായിരിക്കും. ഇപ്പൊ തന്നെ എത്തും, നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. അങ്ങനെ കോള് കഴിച്ച് കഴിയുമ്പോഴത്തെ അനൂപ് വിജയകുമാറിന്റെ അടുത്ത് നേതാവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, അത് നേതാവേ, മാലയൊക്കെ നേരത്തെ തന്നെ അയച്ചിട്ടുണ്ട്, ഇപ്പൊ തന്നെ ഇവിടെ എത്തും എന്ന് പറയണം. ചിലപ്പോ എവിടെയെങ്കിലും വല്ല ബ്ലോക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയണം. ഇത് കേട്ട നേതാവ് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മാല കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ നീ പിന്നെ ജീവനോടെ ഉണ്ടാകത്തില്ല. നിന്നെ ഞാൻ അങ്ങോട്ട് തീർക്കും, അറിയാലോ. എന്റെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി പോകാൻ പോന്നെ. കൃത്യസമയത്ത് തന്നെ സമൂഹ വിവാഹം നടക്കണം. ഒന്നിനും ഒരു കുറവെന്നേക്കാളും നേരത്തെ പറഞ്ഞിരിക്കുന്ന നീയാണ് ഓരോരുത്തർക്കും ഓരോ ഓർഡർ കൊടുത്തിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല നേതാവെന്ന് പറയാം. കുഴപ്പം ഉണ്ടാവരുത്, അപ്പോഴും അത് തന്നെ പറയണം. പറഞ്ഞ മനസ്സിലായല്ലോ. ഇനി കുറച്ച് സമയം മാത്രം ബാക്കിയുള്ളതെന്നൊക്കെ പറയണം. അനൂപിന് ആകെപ്പാട് ടെൻഷനായി. ദൈവമേ, സച്ചിയെങ്ങാനും ചതിക്കോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. ആ സമയം സച്ചി ഫോൺ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കുറെ മിസ്ഡ് കോള്. കാരണം അനൂപിനെ വിളിക്കാണ്ട് ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് മിസ് കോള് കാണുന്നത്. ഇതെന്താ അവന്റെ മിസ് കോളാണോ? ഡ്രൈവറുടെ മിസ് കോളാ. 8-10 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിക്കുകയാണ്, തിരികെ വിളിക്കുകയാണ്. ഡ്രൈവറെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ എന്താടാ അത്, നിനക്ക് എന്താ വല്ല വഴിയും തെറ്റിപ്പോയോ? നീ ഇതായിട്ട് മാല എവിടെ എത്തിച്ചിട്ടില്ലോ, സംഭവം എന്താന്ന് ചോദിക്കണം. അതോ വല്ല ബ്ലോക്കിലും പെട്ടുപോയി നിൽക്കും. അതല്ല സച്ചേട്ടാ, ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം. പ്രശ്നം എന്ത് പ്രശ്നം? അത് പിന്നെ വണ്ടി കടത്തിക്കൊണ്ട് പോയെന്ന് പറയാണ്. വണ്ടി കടത്തിക്കൊണ്ട് പോയോ? അതെ, മാല ഉണ്ടായിരുന്നു, വണ്ടി കടത്തിക്കൊണ്ട് പോയി. ടയർ പഞ്ചറായ സമയത്ത് ഞാൻ നോക്കാനായിട്ട് ഇറങ്ങിയതാ. അത് മനഃപൂർവ്വം ആരോ ചെയ്താ. അവന്മാര് വണ്ടിയും കടത്തിക്കൊണ്ട് പോയെന്ന് പറയണം. എടാ നീ എന്തിനാടാ വണ്ടിയെന്ന് ഇറങ്ങിയെന്ന് ചോദിക്കും. അതങ്ങനെ അവന്മാര് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ഇറങ്ങിയതാന്ന് പറയണം. തീമി ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ എവിടെയാന്ന് ചോദിക്കും. സ്ഥലം പറഞ്ഞു കൊടുക്കണം. ശരി, അവിടെ നിൽക്കുക, ഞാനിപ്പോ തന്നെ വരാന്ന് പറയണം. പിന്നെ രേവതിയോട് സച്ചി കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ രേവതിക്ക് ആ ടെൻഷൻ. രേവതി ഞാനും കൂടെ വരാന്ന് പറയാം. നീ വന്നിട്ട് എന്ത് ചെയ്യാനാ? സച്ചിയേട്ടൻ ഞാനും കൂടെ വരാം. സച്ചിയേട്ടൻ പോയിട്ട് തന്നെ എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാലോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയോടൊപ്പം പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനി നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ള. സച്ചി ഉറപ്പായിട്ടും മാല കൊണ്ടായ വണ്ടി കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.